മലപ്പുറം നിലമ്പൂർ പോത്തുകല്ലിൽ പട്ടാപ്പകൽ കാട്ടാന ഇറങ്ങി. അപ്പൻകാപ്പ് നഗറിലെ വീട്ടുമുറ്റത്താണ് കാട്ടാന എത്തിയത്. കുട്ടികളും സ്ത്രീകളും ഉൾപ്പെടെയുള്ളവർ ഓടി രക്ഷപ്പെട്ടു. വിവരങ്ങളുമായി ശിവദാസ് കന്മനം ചേരുകയാണ്. ശിവദാസ്, ഏറ്റവും ഒടുവിൽ നമുക്ക് അവിടെ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ എന്തെല്ലാമാണ്? ഏകദേശം ഉച്ചയോടെയാണ് മലപ്പുറം ജില്ലയിലെ നിലമ്പൂരിന് സമീപം പോത്തുകല്ലിൽ കാട്ടാന ജനവാസ മേഖലയിലേക്ക് ഇറങ്ങിയത്. അതായത് ഇതൊരു വനപ്രദേശം കൂടിയാണ്. പക്ഷേ ഈ ഭാഗങ്ങളിൽ വനവാസികൾ കൂടുതലായി താമസിക്കുന്ന ഒരു ഇടം കൂടിയാണ്. പ്രത്യേകിച്ച് മലപ്പുറം ജില്ലയിൽ തന്നെ ഏറ്റവും കൂടുതൽ വനവാസികൾ താമസിക്കുന്ന ഒരു മേഖല കൂടിയാണ് പോത്തുകൽ പഞ്ചായത്ത്. ആ പഞ്ചായത്തിൽ കൂടുതൽ ജനങ്ങൾ തിങ്ങി പാർക്കുന്ന ഒരു ഇടത്തേക്കാണ് കാട്ടാന എത്തിയത്. ഒരു വീട്ടുമുറ്റത്തേക്കാണ് കാട്ടാന എത്തിയത്. പിന്നീട് ആളുകളെല്ലാം തന്നെ ഓടിക്കൂടി ബഹളം വെച്ചപ്പോൾ കാട്ടാന ഇവിടെ നിന്നും ഓടിപ്പോവുകയാണ് ഉണ്ടായത്. എന്തായാലും ജനങ്ങൾ വലിയ ഭീതിയിൽ തന്നെയാണ്. കാരണം ഏത് നിമിഷവും വീണ്ടും കാട്ടാന തിരിച്ചു വരും എന്നൊരു ആശങ്കയും പേടിയും ജനങ്ങൾക്കുണ്ട്. കാരണം മുൻപും പലതവണ കാട്ടാന ഈ ഭാഗത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ജനങ്ങൾ അത്തരത്തിൽ വലിയ ഒരു ആശങ്കയിൽ തന്നെയാണ്. പലപ്പോഴും ഇതുമായി ബന്ധപ്പെട്ടുള്ള കൃത്യമായ പരാതികളെല്ലാം തന്നെ വനം വകുപ്പിനെ നൽകിയിട്ടുണ്ട്. പക്ഷേ വനം വകുപ്പ് ഇതുമായി ബന്ധപ്പെട്ട് മറ്റ് നടപടികൾ ഒന്നും തന്നെ സ്വീകരിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ജനങ്ങൾ ഇപ്പോഴും അതേ ഭീതിയിൽ തന്നെ കഴിയുകയാണ് ഉള്ളത്. ഇടയ്ക്കിടയ്ക്ക് കാട്ടാന വരുന്നത് വലിയ ആശങ്ക സൃഷ്ടിക്കുന്നു. അതോടൊപ്പം തന്നെ ഈ മേഖല കൂടുതലും വാഴ കൃഷിയും അതോടൊപ്പം തന്നെ മറ്റ് റബ്ബർ തോട്ടങ്ങളും മറ്റ് തെങ്ങും കഴുങ്ങും അടങ്ങുന്ന വലിയൊരു കാർഷിക മേഖല കൂടിയാണ്. ഇത്തരത്തിൽ ഈ കൃഷി വ്യാപകമായി നശിപ്പിക്കുന്ന ഒരു സാഹചര്യം കൂടി നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ജനങ്ങൾ ഇനി എന്തു ചെയ്യണം എന്നറിയാത്ത ഒരു സാഹചര്യത്തിലാണ്. എന്തായാലും ഇപ്പോൾ കാട്ടാന ഇവിടെ നിന്നും പിന്തിരിഞ്ഞിട്ടുണ്ട്. നീലിമ, ശിവദാസ്, വലിയ ഭീതിയിലാണ് ജനങ്ങൾ. കഴിഞ്ഞ 2 ദിവസത്തിനകം തന്നെ 3 പേർ ഈ കാട്ടാന ആക്രമണത്തിൽ കൊല്ലപ്പെടുന്ന ഒരു സ്ഥിതി സംസ്ഥാനത്ത് ഉണ്ടാവുകയാണ്. അതിന് തൊട്ടുപുറകെയാണ് ഇപ്പോൾ പോത്തുകല്ലിൽ പട്ടാപ്പകൽ കാട്ടാന ഇറങ്ങുന്ന സാഹചര്യം. ഇവിടെ സാധാരണഗതിയിൽ ഇങ്ങനെ കാട്ടാന ഇറങ്ങുന്ന ഒരു പതിവുണ്ടോ? എന്താണ് പ്രദേശവാസികൾ അവിടെ നിന്ന് പറയുന്നത്? തീർച്ചയായും ഇതൊരു വന മേഖലയോട് ചേർന്ന് കിടക്കുന്ന ഒരു പ്രദേശം കൂടിയാണ് ഇത്. അതായത് നിലമ്പൂര് കരുളായി പഞ്ചായത്ത് അതോടൊപ്പം തന്നെ പോത്തുകൽ പഞ്ചായത്ത് എല്ലാം തന്നെ ഒരു വനപ്രദേശം കൂടിയാണ്. വനത്തോട് ചേർന്ന് കിടക്കുന്ന പ്രദേശം കൂടിയാണ്. കൂടുതലും സാധാരണക്കാരായ ആളുകളാണ് ഇവിടെ താമസിക്കുന്നത്. പ്രത്യേകിച്ച് ഏറ്റവും കൂടുതൽ വനവാസികൾ തന്നെയാണ് ഇവിടെ ഉള്ളത്. അതോടൊപ്പം തന്നെ മറ്റ് മലയോര പ്രദേശത്ത് കൃഷി ചെയ്ത് ജീവിക്കുന്ന ആളുകളും ഉണ്ട്. അങ്ങനെ വനവാസികൾ തിങ്ങിപ്പാർക്കുന്ന ഒരു ഇടം കൂടിയാണ്. പല സമയങ്ങളിലും ഇവിടേക്ക് കാട്ടാനകൾ വരാറുണ്ട്. പക്ഷേ ഈ ഭാഗത്ത് കാട്ടാന ഇതുവരെ ആരെയും കാര്യമായി ഉപദ്രവിച്ചിട്ടില്ല. പക്ഷേ കൃഷിയെല്ലാം തന്നെ വ്യാപകമായി നശിപ്പിക്കുന്ന ഒരു സ്ഥിതിയുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ കൃഷി ചെയ്യുന്ന ആളുകളെല്ലാം തന്നെ വലിയ ബുദ്ധിമുട്ടിലാണ്, കടുത്ത പ്രയാസത്തിൽ തന്നെ പ്രതിസന്ധിയിലുമാണ്. എന്തായാലും കാട്ടാന ഏത് സമയത്തും തുടർച്ചയായി നമുക്കറിയാം, കഴിഞ്ഞ 2 ദിവസത്തിനുള്ളിൽ മാത്രം 3 പേരുടെ ജീവനാണ് എടുത്തത്. നിലമ്പൂരിൽ തന്നെ കഴിഞ്ഞ 3 മാസത്തിനുള്ളിൽ 2 പേരുടെ ജീവൻ നഷ്ടമായിട്ടുണ്ട് കാട്ടാന ആക്രമണത്തിൽ. അതുകൊണ്ട് തന്നെ ഈ നിലമ്പൂരിൽ തുടർച്ചയായി കാട്ടാനകൾ മുൻകാലത്തെ അപേക്ഷിച്ച് കൂടുതലായി തന്നെ ഇപ്പോൾ നാട്ടിലേക്ക് ഇറങ്ങി വരുന്ന സാഹചര്യം ഉണ്ട്. പ്രത്യേകിച്ച് വേനൽക്കാലമാകുമ്പോഴാണ് ഈ സ്ഥിതി രൂക്ഷമാകുന്നത്. വെള്ളം തേടിയും ഭക്ഷണം തേടിയും ആണ് കൂടുതലായും കാട്ടാനകൾ കൂടുതലായും ജനവാസ മേഖലയിലേക്കും നാട്ടിലേക്കും എല്ലാം തന്നെ ഇറങ്ങുന്നത്. അതുകൊണ്ട് തന്നെ ഈ സമയങ്ങളിൽ ഒരു സുരക്ഷ വേണം എന്നുള്ളത് നാട്ടുകാരുടെ ഒരു പ്രധാന ആവശ്യമാണ്. പക്ഷെ വനംവകുപ്പും സർക്കാരും ഇതിനോട് പുറം തിരിഞ്ഞു നിൽക്കുന്ന ഒരു അവസ്ഥയും സാഹചര്യവുമാണ് ഉള്ളത്. പലപ്പോഴും മരണങ്ങൾ വരെ സംഭവിച്ചിട്ട് പോലും കൃത്യമായ ഒരു പരിഹാര നടപടികൾ സ്വീകരിക്കാത്ത ഒരു സാഹചര്യമാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ ജനങ്ങൾ വലിയൊരു പ്രതിഷേധത്തിലാണ് ഇവിടെ. നീലിമ, ശരി.